2028 ഭാരതത്തിൽ 22% തൊഴിലവസരങ്ങൾ ഉയരുമെന്ന് ഒബ്സർവർ ഫൗണ്ടേഷന്റെ റിപ്പോർട്ട്. തൊഴിലില്ലായ്മ 97 ബേസിസ് പോയിന്റ് കുറയുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ സേവന മേഖലകളിലായിരിക്കും വൻതോതിൽ തൊഴിലവസരങ്ങൾ. സേവന രംഗത്തെ ഓരോ സംരംഭവും 0.12% തൊഴിലവസര വളർച്ച ഉറപ്പാക്കും എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. ഐസൻ ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, എന്തായാലും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യവും ചൂണ്ടിക്കാട്ടുന്നതും ഇത് തന്നെയാണ്. കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ കുറയും. തൊഴിൽ ദാതാക്കളായുള്ള ഭാരതത്തിന്റെ ഉയർച്ച കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും മനു, ഈ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതായത് സർവീസ് സെക്ടർ, അതായത് മാനുഫാക്ചറിംഗ് സെക്ടർ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്നീ രണ്ട് മേഖലകളിലായി നമുക്ക് സാമ്പത്തിക വ്യവസ്ഥയെ പ്രാഥമികമായി തരംതിരിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഉൽപ്പാദന മേഖലയും അതുപോലെ തന്നെ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന മേഖലയുമുണ്ട്. ആ മേഖലകളിലാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ഇ കോമേഴ്സ്, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ രംഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുക. ഈ രംഗങ്ങളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് വളരെ കൃത്യമായ റിപ്പോർട്ട്. 2028 22% ഈ രംഗത്ത് തൊഴിലവസരങ്ങളിൽ വർധനയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ വായിച്ചെടുക്കാവുന്നത് ആധുനികവൽക്കരണം ആരോഗ്യ സംരക്ഷണ രംഗത്തും അതുപോലെ തന്നെ ഇ കോമേഴ്സ് രംഗത്തും മറ്റു കൺസ്യൂമർ രംഗങ്ങളിലുമെല്ലാം തന്നെ ഒരു ആധുനികവൽക്കരണം നടപ്പാവും. അതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തും അതുപോലെ അനുബന്ധ വ്യവസായ രംഗത്തും കാര്യക്ഷമമായി മുന്നേറാനുള്ള ഭാരതത്തിൻ്റെ നയപരമായ നീക്കങ്ങളുടെ ആ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന തൊഴിലവസരങ്ങളിലെ വർധന എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ആധുനികമായ IT ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ആ സർവീസ് സെക്ടറിലേക്കാണ് കൂടുതലും നിക്ഷേപം വരികയും ആ നിക്ഷേപത്തിൻ്റെ സാധ്യത വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ സ്വാഭാവികമായി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. കാരണം ഭാരതത്തിൻ്റെ സ്കിൽ ഇന്ത്യ പോലുള്ള, അതായത് നൈപുണ്യ വികസന സംവിധാനങ്ങൾ, അതുപോലെ ആധുനികമായ ചില തൊഴിലവസര വർധനത്തിനുള്ള നയപരമായ നീക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ, അതായത് 2014 മുതൽ അനുവർത്തിച്ചു വരുന്ന സാമ്പത്തിക നയത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആ ഉൾപ്പെട്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സർവീസ് സെക്ടറിലെ തൊഴിൽ വർധനയ്ക്കുള്ള സാധ്യത. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ മെഡിക്കൽ രംഗത്ത് ഡോക്ടർ, നഴ്സ്, അതുപോലെ തന്നെയുള്ള അനുബന്ധ ജോലികൾ മാത്രമാണ് നമ്മൾ കേട്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മെഡിക്കൽ ടെക്നോളജി രംഗത്ത്, അതുപോലെ തന്നെ ബയോമെഡിക്സ് രംഗത്ത്, ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ രംഗത്ത്, അത്തരത്തിലുള്ള രംഗങ്ങളിലെല്ലാം തന്നെ നിരവധി തൊഴിൽ സാധ്യതകൾ. അത്തരത്തിൽ തൊഴിൽ സാധ്യതകൾ കൃത്യമായി വർദ്ധിച്ചു വരുന്ന ഒരു ആരോഗ്യ ഇടപെടുകയാണ്. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് നമ്മളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീമതി മേരി ജോർജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഒബ്സർവർ ഫൗണ്ടേഷൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. 2028 ഭാരതത്തിൽ 22% തൊഴിലവസരങ്ങൾ ഉയരുമെന്നുള്ള ഒരു റിപ്പോർട്ട്. അത് മാത്രമല്ല, തൊഴിലില്ലായ്മ ഒരുപക്ഷെ രാജ്യം ഏറ്റവും അധികം നേരിട്ടിരുന്ന, ഒരു കാലത്ത് ഏറ്റവും ഭീഷണിയായിരുന്ന ഒന്നാണ് ഈ തൊഴിലില്ലായ്മ നിരക്ക് യുവാക്കളിൽ വർദ്ധിക്കുന്നു എന്നത്. അത് ഗണ്യമായി കുറയുകയും മറ്റ് ലോക രാജ്യങ്ങൾക്ക് കൂടി തൊഴിൽദാതാവായി മാറുകയും ചെയ്യുന്ന രീതിയിൽ രാജ്യം ഉയരുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളി പറയാൻ ഒക്കില്ല. കാരണം കാര്യകാരണ സഹിതമായിരിക്കണം ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം അത് തന്നെയുമല്ല, അതിന്റെ സാധ്യതകൾ നമ്മളിപ്പം ഇൻഷുറൻസ് രംഗം, ബാങ്കിങ് രംഗം എന്നിവയായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയാണ് ഇപ്പോൾ 143 കോടിയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യം, ഒന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പൊ ഇവിടെ ഈ ഇൻഷുറൻസിന്റെ വളർച്ച, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിന്റെ വളർച്ച ഒക്കെ വലിയ തോതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ തൊഴിലില്ലായ്മ വളരെ വലുതായിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും ആ പാർട്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു മേഖല, അതായത് നമുക്കറിയാം, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലില്ല, ILO റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മറ്റ് തൊഴിൽ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇപ്പോ വലിയ തോതിൽ അൺഎംപ്ലോയ്മെന്റ് ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യയിലെന്ന്. അത് കോവിഡിന് ശേഷമുണ്ടായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പൂർണ്ണ നിലയിലേക്ക് എത്തിയില്ല. അതൊക്കെ കാരണം കൊണ്ട് വലിയ തോതിൽ ഇപ്പോൾ തൊഴിലില്ലായ്മ ഉണ്ട്. അപ്പൊ ഇനി വരുന്ന ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, ഗവൺമെന്റിന്റെ മുഖ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് തൊഴിൽ സൃഷ്ടിക്കലായിരിക്കും. അപ്പൊ ഈ തൊഴിൽ സൃഷ്ടിക്കൽ എന്ന് പറയുമ്പോൾ നാമമാത്ര ഇടത്തരം ചെറുകിട സംരംഭങ്ങളിൽ, അതായത് ഇപ്പം BJP ആണെങ്കിൽ മുദ്രാ ലോൺ തന്നെ എത്രയാ, അത് ഈ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെയാക്കി ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്
ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുന്ന വായ്പയാണെന്ന് ഓർക്കണം. അപ്പം കിട്ടുന്നവർക്ക് ആ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടി തന്നെ അത്തരം വായ്പകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നാമമാത്ര ചെറുകിട ഇടത്തര മേഖലകളിൽ ധാരാളമായിട്ട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അതായത് സാധാരണക്കാരുടെ കയ്യിൽ പണം എത്തുമ്പോഴാണ് അവര് എന്താ പറയാ ഇൻഷുറൻസ് രംഗത്തെ പറ്റി തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതിനെ പറ്റി വ്യക്തികൾ തീരുമാനിക്കും, കമ്പനികൾ തീരുമാനിക്കും. അങ്ങനെ ഇൻഷുറൻസ് രംഗത്തും അതുപോലെ ബാങ്കിങ് സെക്ടറിൽ അതായത് കൃത്യമായ തൊഴിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാൻ തൽപരരാകും. അങ്ങനെ സേവിങ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും ഒക്കെ ആയിട്ട് അത് സമാഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് ആ മേഖലകളിലും തൊഴിൽ സൃഷ്ടി ധാരാളമായിട്ടുണ്ടാകും. അത് മാത്രമല്ല നമ്മുടെ IT രംഗം വലിയ കുതിപ്പ് നേടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം IT രംഗത്തിന് അത്ര വലിയ ഫോക്കസ് കൊടുത്താണ് ഏത് കക്ഷി ഭരണത്തിൽ വന്നാലും അവർ മുന്നേറാൻ പോകുന്നത്. തന്നെയുമല്ല അടുത്ത ഈ നൂറ്റാണ്ടിന്റെ ബാക്കി കാലത്ത് IT-യിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വലിയ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒപ്പിയെടുക്കത്തക്ക രീതിയിൽ ട്രെയിനിങ് സൗകര്യം ഒക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സർവകലാശാലകൾ അതായത് എഡ്യൂക്കേഷണൽ രംഗത്ത് തന്നെ ഇന്റേൺഷിപ്പുകൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റുക, എല്ലാ തരത്തിലും തൊഴിൽ സൃഷ്ടിക്കുക എന്നതായിരിക്കും അതായത് ഇപ്പൊ നമുക്കുള്ള തൊഴിലില്ലായ്മയാണ് വലിയ പ്രശ്നമെങ്കിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നതായിരിക്കും വരുന്ന ഗവൺമെന്റിന്റെ ദൗത്യം. അപ്പൊ അതനുസരിച്ച് പോകുമ്പോൾ ഈ ഒബ്സർവേഷൻ പറയുന്നത് പോലെ തന്നെ വലിയ തോതിൽ തൊഴിൽ സൃഷ്ടി ഉണ്ടാകും എന്നതിന് സംശയമില്ല. തീർച്ചയായും ശ്രീ എം എ ജോർജ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ സേവന രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇനി തൊഴിൽ സൃഷ്ടിക്കാനുള്ള ഒരു ദൗത്യമാണ് പുതിയ സർക്കാരിൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഈ സേവന രംഗമാണ് ഈ റിസർച്ച് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് രാജ്യത്തിൻ്റെ വളർച്ച കഴിഞ്ഞ ഒരു 5 വർഷത്തെ കാലയളവ് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടിയും എത്രത്തോളം രാജ്യം ഉയർന്നു എന്ന് നമുക്കറിയാം. ഈ ബഹിരാകാശ രംഗത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി തുടങ്ങുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടായത്. ഈ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ 3-ാം സ്ഥാനത്തേക്ക് വരെ ഭാരതം ഇക്കാര്യത്തിൽ ഉയരുകയുമുണ്ടായി. അത് മാത്രമല്ല ഈ ഡിജിറ്റൽ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി, ഈ തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി ഭാരതത്തിൻ്റെ ഒരു വളർച്ച അതും ഇതിൽ സംഭാവനയായി നൽകില്ലേ? തീർച്ചയായിട്ടും ഈ രംഗത്തൊക്കെയുള്ള വളർച്ച സഹായകമാകുന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം സ്പേസ് റിസർച്ചിലേക്ക് നമ്മൾ വലിയ കുതിപ്പുകൾ നടത്തും. കാരണം അതിനുള്ള അടിസ്ഥാനം കൃത്യമായിട്ടും വന്നു കഴിഞ്ഞു. ആ അടിസ്ഥാനം കഴിഞ്ഞ 47 വർഷം കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്ത അടിസ്ഥാനം അത് ശക്തമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് ആ രംഗത്ത് വന്നിരിക്കുന്ന വലിയ നേട്ടങ്ങൾ. ഇനി അതിനെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യമാണ് സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ സംരംഭ മോഡൽ മോദി ഗവൺമെന്റ് ആദ്യം 2014 കേരളത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇവിടുത്തെ കുടുംബശ്രീ സംരംഭ മോഡൽ ഇന്ത്യയിൽ ഒട്ടുക്ക് വ്യാപിപ്പിക്കുമെന്ന്. ഇപ്പൊ UP-യിലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ കുടുംബശ്രീ ടൈപ്പ് സംരംഭങ്ങൾ, അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു മാതൃകയാണ് കുടുംബശ്രീ സംരംഭങ്ങൾ വളർത്തിയെടുക്കുക മറ്റ് സംസ്ഥാനങ്ങളിലും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങളുടെ വളർച്ച ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ പോലെ തന്നെ യൂണിവേഴ്സിറ്റികളോട് ചേർന്ന് ഓട്ടോണമസ് കോളേജുകളോട് ചേർന്ന് ഒക്കെ ഇന്നോവേഷൻ ഹബ്ബുകൾ ഉണ്ടാവുക, അതൊക്കെ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയുടെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയും സംരംഭക വളർച്ചയുണ്ടാകും. അതുപോലെ നമുക്കിപ്പോ ഒരുപാട് കാർഷിക അതായത് ക്രോപ്സ്, അതായത് വൈവിധ്യമാർന്ന വിളകൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യമാർന്ന വിളകളെ ഇപ്പൊ നമ്മൾ റോ ആയിട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതൊക്കെ. അവയിൽ നിന്ന് തന്നെ നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, ഒന്നാമത്തെ പാലുൽപാദക രാഷ്ട്രമാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ കാര്യത്തിലും വലിയ ഉൽപാദക രാഷ്ട്രമാണ് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സംരംഭങ്ങളിലൂടെയാണ് നമുക്ക് കഴിയുക.
ഓരോന്നിലൂടെയും സംരംഭക വളർച്ച തീർച്ചയായിട്ടും അനിവാര്യമാണ്. ആ വളർച്ചയിലൂടെയും തൊഴിൽ സൃഷ്ടിക്കപ്പെടും. നമ്മളൊരു എക്സ്പോർട്ട് ഹബ്ബായി മാറും. അതിനുള്ള സാധ്യതകൾ നമ്മുടെ ഈ വൈവിധ്യമാർന്ന വിളകൾ നൽകുന്നുണ്ട്. അത് കാർഷിക മേഖലയും ഈ വളർച്ചയിലേക്കും തൊഴിൽ സൃഷ്ടിയിലേക്കും, അതായത് ഇപ്പൊ കർഷകർ 48% തൊഴിലും സൃഷ്ടിക്കപ്പെടുന്നത് കാർഷിക മേഖലയിലാണ്, കൃഷിപ്പണിയിലാണ്. ആ കൃഷിപ്പണി വാല്യൂ അഡീഷൻ സംരംഭക മാതൃകയിലേക്ക് മാറുമ്പോഴേക്കും കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും അവ സൃഷ്ടിക്കുന്ന തൊഴിലായിരിക്കും ഏറ്റവും ആകർഷണീയമായ രീതിയിൽ ഇന്ത്യയെ ഒരു എക്സ്പോർട്ട് ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചി പോലെയുള്ള നമ്മുടെ സ്പൈസസ് വളരെ പ്രിയപ്പെട്ടതാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ. അത് രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ചക്കക്കുരുവിൽ നിന്ന് ക്യാൻസറിന് സിദ്ധൌഷധം രൂപപ്പെടുത്താമെന്ന് അമേരിക്കൻ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ വെർജിൻ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ അൾഷിമേഴ്സ് തടയുമെന്നും ബുദ്ധി വർദ്ധിപ്പിക്കുമെന്നും പണ്ട് തന്നെ ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ട് കേരളത്തിലെ കുടുംബങ്ങൾക്ക് അറിയാമായിരുന്നു. അതിപ്പോ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ്. അൾഷിമേഴ്സ് തടയും, ബുദ്ധി വികസിപ്പിക്കും, കൊച്ചുകുട്ടികൾക്ക് മുതൽ ആയവർക്ക് കഴിക്കാവുന്നതാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇന്നോവേഷൻ വളരുമ്പോൾ തന്നെ നമ്മുടെ കാർഷിക വിളകളുടെ മൂല്യം അതീവ ഗംഭീരമായിട്ട് ആഗോള തലത്തിൽ വർദ്ധിക്കും. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് മുന്നേറാനുള്ള സാധ്യതകൾ വളരെയാണ്. അത് സാധ്യമാകുകയും ചെയ്യും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് പ്രതികരിച്ചതിന്. ഐസൻ ജോസിലേക്ക് വീണ്ടും. ഐസൻ, ശ്രീമതി മേരി ജോർജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാർഷിക രംഗത്ത് എങ്ങനെയാണ് ഭാരതം വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്? കാരണം ഒരു കാലത്ത് ഈ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് എപ്രകാരമാണ് ഇടക്കാലത്തെ സർക്കാരുകളുടെ ഒരു അനാസ്ഥ മൂലം കാർഷിക രംഗം കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദശകമായി നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു പാതയിലാണ്. ഈ മില്ലറ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു വർഷം നമ്മൾ സമർപ്പിച്ചിരുന്നു എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുനരുപയോഗ ഊർജം, ഈ ഒരു മേഖല കൂടി ഭാരതം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. തീർച്ചയായും അനു, ഇപ്പോൾ നേരത്തെ മേരി ജോർജ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യ വിതരണ ശൃംഖല ശാശ്വതമായി നിലനിർത്തുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റായി നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായാണ് നമുക്ക് വാർത്തകളിലെല്ലാം പുറത്തു വന്നത് മാങ്ങ, അതായത് മാമ്പഴ സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു. വൻതോതിൽ മാമ്പഴ ഉൽപ്പാദനം നടക്കുന്നു. കാരണം ഈ ചൂട് വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ശക്തമായ വേനലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാവുകൾ പൂക്കുന്നതും മാമ്പഴങ്ങളെല്ലാം തന്നെ മാമ്പഴക്കാലമായി മാറുന്നതും. ഈ മാമ്പഴങ്ങളെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ വൻതോതിൽ ഈ മാമ്പഴം കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യുന്നത് വരെ സൂക്ഷിക്കുന്നതിനുള്ളൊരു സംവിധാനം, കോൾഡ് ചെയിൻ നെറ്റ്വർക്കുകൾ സംവിധാനം ഉറപ്പാക്കുന്നത് വഴി അതിൻ്റെ സാധ്യത, അതായത് നമുക്കറിയാവുന്നതാണ് കേരളത്തിലൊക്കെ ഈ മാമ്പഴത്തിൻ്റെ ആ സാധ്യത വളരെയധികം വർദ്ധിക്കുകയും അതിൻ്റെ ലഭ്യത വർദ്ധിക്കുകയും അത് അനുബന്ധമായ പ്രോസസ്സിംഗ് നടക്കുകയും ചെയ്യും എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും 30% കോൾഡ് ചെയിനുകളുടെ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം നശിക്കുന്നു. അതായത് 1,00,000 ടൺ ഉൽപ്പാദനമാണെങ്കിൽ 70,000 ടൺ മാത്രം പ്രയോജനപ്പെടുകയും ബാക്കി 30,000 ടൺ നശിച്ചു പോവുകയാണ്. കാരണം അത് വളമായി മാത്രം മാറുന്നൊരവസ്ഥയിലേക്കോ ഒക്കെ പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൂടി, അതായത് ഈ നശിച്ചു പോകുന്ന 30%-ൻ്റെ 90% കൂടി തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഭക്ഷ്യലഭ്യത കൃത്യമായി ഉറപ്പാക്കാൻ സാധിക്കുകയും ആ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. നമുക്കറിയാവുന്നതാണ്, മാംഗോ അല്ലെങ്കിൽ മാമ്പഴങ്ങളും മറ്റ് പഴങ്ങളും ജാമുകളും അതുപോലുള്ള പ്രോസസ് ഫുഡുകളിലേക്ക് നമുക്ക് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൻ്റെ കാലാവധി വർദ്ധിക്കുകയും വാല്യൂ അഡീഷൻ സാധ്യമാകും. അതായത് മാമ്പഴം മാത്രം, റോ മാമ്പഴം വിൽക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ലാഭവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളുടെ പ്രോസസ്സ് വഴി സാധ്യമാകുന്ന ഒരു തൊഴിലവസര സാധ്യതയും അതുപോലെ തന്നെ നിക്ഷേപ സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അടിസ്ഥാനപരമായ കോൾഡ് ചെയിനുകളുടെ നിർമ്മാണം, തീർച്ചയായും ഭാരതത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഓരോ വർഷവും കോൾഡ് ചെയിനുകൾക്കായി ബജറ്റിൽ വകയിരുത്തുന്നു. അതുപോലുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ ആ ഒരു രംഗം കാര്യക്ഷമമായി നിലനിർത്തുന്നതിനെ സാധിക്കുന്നത് വഴി നമുക്കറിയാവുന്നതാണ്, 65% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതായത് ഈ തൊഴിൽ ചെയ്യേണ്ട എണ്ണത്തിലേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാർഷിക രംഗത്തുള്ളത്. അവരുടെ കൃഷി രംഗത്തുള്ള അവരുടെ അർപ്പണത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകളും കാർഷിക രംഗത്തുള്ള നിക്ഷേപ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നതും ഭാരതം ഈ
കുതിപ്പിന്റെ പാതയിൽ എന്ന് തന്നെയാണ് തൊഴിൽദാതാവായി മാറുകയാണ് മറ്റു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ.